ദാ ഈ തൊഴിൽ വാർത്ത ഡിസംബർ 27 വരെയുള്ള തൊഴിൽ വാർത്തയാണ്. അതായത് ഈ വർഷം എൻഡിങ് ആയി തുടങ്ങി അല്ലേ. അപ്പോൾ ഇനി ഒരു തൊഴിൽ വാർത്തയും കൂടി വരാനുള്ള ചാൻസാണ് ഉള്ളത്. ഓക്കെ, നമുക്ക് ഈ തൊഴിൽ വാർത്തയിൽ എന്തൊക്കെയുള്ളതെന്ന് നോക്കാം. ഓക്കെ, ഫസ്റ്റ് തന്നെ കറണ്ട് അഫെയർസ്. BFOൻ്റെ കട്ട് ഓഫ് ഇവർ പറയുന്നത് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 58 to 63 വരെയുള്ള കട്ട് ഓഫ് കേട്ടോ. ആ മാർക്കിലുള്ളവരൊക്കെ സേഫ് ആണെന്നാണ് അർത്ഥം. ഓക്കെ, എനിക്ക് ബേസിക്കലി ഭയങ്കര ടഫായിരുന്നു ക്വസ്റ്റ്യൻസ്. പക്ഷേ ഇംഗ്ലീഷും മലയാളം മാത്സൊക്കെ നമ്മൾ കനത്തിൽ തന്നെ ഉണ്ട്, നമ്മുടെ കയ്യിലുണ്ട് എന്നുള്ള കോൺഫിഡൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ 53 മാർക്കൊക്കെ പുഷ്പം പോലെ കിട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് ആദ്യം കറണ്ട് അഫെയർസ് പഠിക്കാം. ദേശീയ ഗീതമായ വന്ദേ മാതരം, നമ്മുടെ ദേശീയ ഗീതം ഏതാ? വന്ദേ മാതരം. ആ വന്ദേ മാതരത്തിൻ്റെ 150-ാം വർഷങ്ങൾക്ക് എന്നാണ് തുടക്കം കുറിച്ചത്? 150-ാം വാർഷികം 2025 നവംബർ 7 കേട്ടോ. അപ്പോൾ എന്താ പറയുക, ദേശീയ ഗീതമായ വന്ദേ മാതരം 150-ാമത്തെ വാർഷികം എന്ന് നവംബർ 7. ഓക്കെ, 1875 നവംബറിൽ അക്ഷയ നവമി ദിനത്തിൽ രചിച്ചതെന്ന് കരുതപ്പെടുന്ന ആളാണ് നവംബർ 7 ആഘോഷിക്കുന്നത്. അങ്ങനെയാണ് തുടക്കം കുറിച്ചിട്ടുള്ളത്. ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ആനന്ദമഠം എന്ന നോവലിൻ്റെ ഭാഗമാണിത്. ഇത് വന്ദേ മാതരം. 1896 ബങ്കിം ചന്ദ്രയുടെ വിയോഗത്തിന് 2 വർഷത്തിന് ശേഷം കൊൽക്കത്തയിൽ നടന്ന കോൺഗ്രസ് സമ്മേളനത്തിൽ രവീന്ദ്രനാഥ ടാഗോർ സ്വന്തം ഈണത്തിൽ വന്ദേ മാതരം ആലപിച്ചു. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ എന്താ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ 150-ാം വാർഷികം നവംബർ 7 കേട്ടോ. 150-ാം വാർഷികം ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെയാണ്. ആനന്ദമഠത്തിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്. 1896 ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ വിയോഗത്തിന് 2 വർഷത്തിന് ശേഷം കൊൽക്കത്തയിൽ നടന്ന കോൺഗ്രസ് സമ്മേളനത്തിൽ രവീന്ദ്രനാഥ ടാഗോർ സ്വന്തം ഈണത്തിൽ വന്ദേ മാതരം ആലപിച്ചിട്ടുണ്ട്. ഓക്കെ, 1907 ബംഗാൾ വിഭജനത്തിനെതിരെ നടന്ന പ്രക്ഷോഭത്തിൽ വന്ദേ മാതരം പ്രതിഷേധത്തിൻ്റെ ഗാനമായി ഉയർന്നപ്പോൾ ബ്രിട്ടീഷ് ഭരണകൂടം അതിനെ വിലക്കേർപ്പെടുത്തിയിട്ടാണ്. 1905 ബംഗാൾ വിഭജനത്തിന് നേരെ നടന്ന പ്രക്ഷോഭത്തിൽ വന്ദേ മാതരം പ്രതിഷേധത്തിൻ്റെ ഭാഗമായി ഉയർന്നപ്പോൾ ബ്രിട്ടീഷ് ഭരണകൂടം അതിനെ വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. 1909 അരവിന്ദ് ഘോഷ് ഇംഗ്ലണ്ടിലേക്ക് പരിഭാഷപ്പെടുത്തിയിട്ടാണ്. അരവിന്ദ് ഘോഷ് ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളായി പറയുന്നത്? ദേശീയ ഗീതം വന്ദേ മാതരം 1950 വന്നിട്ടുള്ളത്. ഒപ്പം പറയാൻ നോക്കുക കേട്ടോ. 2025 നവംബർ 7 വന്നിട്ടുള്ളത്. 1875 വന്നു. 75 നവമി ദിനത്തിലാണ് ഇത് തുടങ്ങിയതാണ് കരുതപ്പെടുന്നത്. 1896 ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ വിയോഗത്തിൽ 2 വർഷത്തിന് ശേഷം കൊൽക്കത്തയിൽ നടന്ന കോൺഗ്രസ് സമ്മേളനത്തിൽ രവീന്ദ്രനാഥ ടാഗോർ സ്വന്തം ഈണത്തിൽ വന്ദേ മാതരം ആലപിച്ചു. 1905 ബംഗാൾ വിഭജനത്തിനെതിരെ നടന്ന പ്രക്ഷോഭത്തിൽ വന്ദേ മാതരം പ്രതിഷേധത്തിൻ്റെ ഭാഗമായി ഉയർന്നപ്പോൾ ബ്രിട്ടീഷ് ഭരണകൂടം അതിലേക്ക് വിലക്കേർപ്പെടുത്തി. അപ്പോൾ എന്താ ചെയ്തത്? ഈ 1905 വന്ദേ മാതരം പാടാണ് ബംഗാൾ വിഭജനത്തിനെതിരെ നടന്ന പ്രക്ഷോഭത്തിൽ വന്ദേ മാതരം പ്രതിഷേധത്തിൻ്റെ ഗാനമായി ഉയർന്നപ്പോൾ ബ്രിട്ടീഷുകാർ അത് വിലക്കേർപ്പെടുത്തി. ഓക്കെ, അപ്പോൾ പേടിച്ചു ആ പാട്ട് കേട്ടപ്പോൾ. 1909 അരവിന്ദ് ഘോഷ് ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തുന്നുണ്ട് കേട്ടോ. 1950 ജനുവരി 24 ഇന്ത്യ ഭരണഘടനാ നിർമ്മാണ സഭ വന്ദേ മാതരം ദേശീയ ഗീതമായി ആരംഭിച്ചു. 1950 ജനുവരി 24 ദേശീയ ഗീതമായി ആലപിച്ചു. ന്യൂയോർക്ക് നഗരത്തിൻ്റെ ആദ്യ മുസ്ലിം മേയറാണ് സുഹ്റാൻ മന്ദാനി. ഓക്കെ, ന്യൂയോർക്ക് നഗരത്തിൻ്റെ ആദ്യ മുസ്ലിം മേയറാണ് സുഹ്റാൻ മന്ദാനി. ന്യൂയോർക്ക് നഗരത്തിൻ്റെ, അപ്പോൾ എന്ത് നഗരത്തിൻ്റെയാണ് നമ്മൾ പറഞ്ഞത്? ന്യൂയോർക്ക് നഗരത്തിൻ്റെ അടുത്ത ക്വസ്റ്റ്യൻ കേട്ടോ. ന്യൂയോർക്ക് നഗരത്തിൻ്റെ ആദ്യത്തെ മുസ്ലിം മേയറാണ് സുഹ്റാൻ മന്ദാനി. ഇന്ത്യൻ വംശജനും ആഫ്രിക്കയിൽ ജനിച്ച വ്യക്തിയുമാണ് മന്ദാനി. അപ്പോൾ ആരാ? ന്യൂയോർക്കിൽ നഗരത്തിൽ ജനിച്ച മുസ്ലിം മേയർ. ഒരു മുസ്ലിം മേയർ ന്യൂയോർക്കിലാവുക, അതാണ് അതിശയം അല്ലേ. ഇന്ത്യൻ വംശജനും ആഫ്രിക്കൻ ജനിച്ച വ്യക്തിയുമാണ് മന്ദാനി. ന്യൂയോർക്കിലെ ചരിത്രത്തിൽ തന്നെ 1892 ശേഷമുള്ള ഏറ്റവും പ്രായം കുറഞ്ഞ മേയറാണ് ഇദ്ദേഹം. ഡെമോക്രാറ്റിക് പാർട്ടിയിൽ ഇടതുപക്ഷക്കാരനായ 34-കാരനായ മന്ദാനി. 34-കാരനാണ്, ഇടതുപക്ഷക്കാരനാണ്. ഓക്കെ, ഇസ്രായേൽ അറബ് ഇസ്ലാമിക് ബന്ധം സാധാരണ നിലയിലാകാൻ 2020 US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ ആദ്യ സർക്കാർ ഇടപാട് അടുത്ത അബ്രഹാം ഉടമ്പടിയിൽ ഏറ്റവും ഒടുവിൽ അംഗമായത് കസാക്കിസ്ഥാൻ ട്ടാ. അടുത്ത ക്വസ്റ്റ്യനാണ്. ഇപ്പം നമ്മൾ സുഹ്റാൻ മന്ദാനിനെ പറ്റി പറഞ്ഞു. അടുത്തത് കസാക്കിസ്ഥാൻ. അതായത് ഇസ്രായേൽ അറബ് ഇസ്ലാമിക ബന്ധം സാധാരണ നിലയിലാവുന്നതിനായി 2020
US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ ആദ്യ സർക്കാർ ഇടപെട്ട് രൂപം കൊടുത്ത അബ്രഹാം ഉടമ്പടി. എന്താണ് അബ്രഹാം ഉടമ്പടി എന്ന് ചോദ്യം. എനിക്ക് ഓർമ്മയുണ്ടത് കറണ്ട് അഫയേഴ്സ് ഞാൻ കറണ്ട് എഴുതി വെച്ചത്. എബ്രഹാം ഉടമ്പടി എന്താണ്? അപ്പം നമുക്ക് പറയാം, ഇസ്രായേൽ അറബ് അല്ലെങ്കിൽ ഇലാസ്ക ബന്ധം സാധാരണ നിലയിലാക്കുന്നതിനായിട്ട് 2020 US പ്രസിഡന്റ് ട്രംപ് ആദ്യ സർക്കാർ ഇടപെട്ടിട്ടുള്ള അതാണ് എബ്രഹാം ഉടമ്പടി. ഇസ്രായേലും അറബ് ഇസ്ലാമിക് ബന്ധം തമ്മിലുള്ള ബന്ധം ഊട്ടിയുറപ്പിക്കാൻ വേണ്ടിയിട്ട് ട്രംപിൻ്റെ ആദ്യ സർക്കാർ ഇടപെട്ടിട്ടുള്ളതാണിത്. ഏറ്റവും ഒടുവിൽ അംഗമായത് കസാക്കിസ്ഥാനാണ് കേട്ടോ. UAE, ബഹ്റിൻ, മൊറോക്കോ, സുഡാൻ എന്നിവയാണ് മുമ്പ് ഇസ്രായേലായി അബ്രഹാം ഉടമ്പടിയിൽ ഒപ്പുവെച്ച രാജ്യങ്ങൾ. ഇന്ത്യയിൽ ഹോക്കിയുടെ എത്രാമത് വാർഷികമാണ് 2025 നവംബർ 7 ആഘോഷിച്ചത്? 100. ഓക്കെ, അടുത്തത് ഇന്ത്യയിലെ ഹോക്കിയുടെ എത്രാമത് വാർഷികമാണ് 2025 നവംബർ 7 ആഘോഷിച്ചത്? 100. 1925 നവംബർ 7 മധ്യപ്രദേശിലെ ഗ്വാളിയാറിൽ ഇന്ത്യൻ ഹോക്കി ഫെഡറേഷൻ സ്ഥാപിതമായത്. അപ്പോൾ എന്താ പറയുക, ഇന്ത്യൻ ഹോക്കിയിലെ എത്രാമത് വാർഷികമാണ് 2025 നവംബർ 7 ആഘോഷിച്ചത്? 100ാമത്തെ. ഹോക്കിയിലെ എത്രാമത് വാർഷികമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2025 നവംബർ 7 കേട്ടോ 100ാമത് ആഘോഷിക്കാനായി തുടങ്ങി. അപ്പോൾ ഇന്ത്യൻ ഹോക്കിയിലെ എത്രാമത് വാർഷികമാണ് 2025 നവംബർ 7 ആഘോഷിച്ചത്? 100ാമത്. 1925 നവംബർ 7 മധ്യപ്രദേശിലെ ഗ്വാളിയാറിൽ ഇന്ത്യ ഹോക്കി ഫെഡറേഷൻ സ്ഥാപിതമായത്. അപ്പോൾ എന്തായി അടുത്ത ചോദ്യം എന്ന് വെച്ചാൽ ഇന്ത്യൻ ഹോക്കിയിലെ എത്രാമത് വാർഷികമാണ് 2025 നവംബർ 7 ആഘോഷിച്ചത്? 100ാമത്തെ. 25 നവംബർ 7 മധ്യപ്രദേശിലെ ഗ്വാളിയറിൽ ഇന്ത്യൻ ഹോക്കി ഫെഡറേഷൻ സ്ഥാപിതമായത്. 100ാം വാർഷികാഘോഷങ്ങൾ ഡൽഹിയിലെ മേജർ ധ്യാൻചന്ദ് നാഷണൽ സ്റ്റേഡിയത്തിൽ നടന്നു കേട്ടോ. ഹോക്കിയിലെ ഇന്ത്യ ഇതിനകം 8 ഒളിമ്പിക് സ്വർണവും 1 ലോകകപ്പും നേടിയിട്ടാ. ഇക്കഴിഞ്ഞ 2 ഒളിമ്പിക്സും വെങ്കലവും നേടിയിരുന്നു കേട്ടോ. അപ്പോൾ എന്താ നമ്മൾ പറഞ്ഞു വരുന്നത് വെച്ച് കഴിഞ്ഞാൽ 1925 നവംബർ 7 മധ്യപ്രദേശിലെ ഗ്വാളിയാറിൽ ഇന്ത്യൻ ഹോക്കി ഫെഡറേഷൻ സ്ഥാപിതമായത്. 100ാം വാർഷികാഘോഷങ്ങൾ ഡൽഹിയിലെ മേജർ ധ്യാൻചന്ദ് സ്റ്റേഡിയത്തിൽ നടന്നു. ഹോക്കിയിൽ ഇന്ത്യ ഇതിനകം 8 ഒളിമ്പിക് സ്വർണവും 1 ലോകകപ്പും നേടിയിട്ടാണ്. ഹോക്കിയിൽ അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണത്. ഹോക്കിയിൽ ഇതിനോടകം 8 ഒളിമ്പിക് സ്വർണവും 1 ലോകകപ്പും നേടി. ഇക്കഴിഞ്ഞ 2 ഒളിമ്പിക്സിലും വെങ്കലം നേടിയിരുന്നു കേട്ടോ. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ 100ാം വാർഷികാഘോഷങ്ങൾ ഡൽഹിയിലെ മേജർ ധ്യാൻചന്ദ് നാഷണൽ സ്റ്റേഡിയത്തിൽ നടന്നു. 100ാം വാർഷികാഘോഷം. ഹോക്കിയിൽ ഇന്ത്യ ഇതിനോടകം 8 ഒളിമ്പിക് സ്വർണവും 1 ലോകകപ്പ് നേടി. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഇന്ത്യ ഹോക്കിയിലെ 8 ഒളിമ്പിക് സ്വർണവും 1 ലോകകപ്പും നേടി എന്നാണ് മനസ്സിലാക്കേണ്ടത് 75. ഇക്കഴിഞ്ഞ 2 ഒളിമ്പിക്സിലും വെങ്കലമായിരുന്നു നേടിയിരുന്നത് കേട്ടോ. അതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. അടുത്തത് 2025 നവംബർ 4 ഏത് ബംഗാളി ചലച്ചിത്ര സംവിധായകൻ്റെ ജന്മശതാബ്ദി ദിനത്തോടനുബന്ധിച്ച്, അതായത് 2025 നവംബർ 4 ഏത് ബംഗാളി ചലച്ചിത്ര സംവിധായകൻ്റെ ജന്മശതാബ്ദി ദിനമായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഋത്വിക് ഘട്ടക്കിൻ്റെ കേട്ടോ. അതൊന്നും അത്ര ഇമ്പോർട്ടൻ്റ് അല്ലല്ലേ. ഋത്വിക് ഘട്ടക്കിൻ്റെ ആരെന്ന് വെച്ചാൽ കഥകളും നാടകങ്ങളും രചിച്ച് ശ്രദ്ധ നേടിയ ഘട്ടക്ക് ബിമൽ റായി സഹായിയായിട്ട് ചലച്ചിത്ര രംഗത്തെത്തിയിട്ടാണ്. ആദ്യ ചിത്രം തന്നെ നാഗരിക്കായിരുന്നു. പിന്നെ 76 അദ്ദേഹം അന്തരിച്ചു. അത്ര ഇമ്പോർട്ടൻ്റ് എന്ന് പറയാനൊന്നും ഋത്വിക് ഘട്ടക്ക്, മറ്റേ ബംഗാളി ചലച്ചിത്ര സംവിധായകനാണ് ഋത്വിക് ഘട്ടക്. സുവർണരേഖ ഋത്വിക് ഘട്ടക്കാണെന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. കൂടി അടുത്തത് കേരള കയർ ദിനം നവംബർ 5. കയർ ദിനം നവംബർ 5 2025 ഡെബോറ റോജേഴ്സ് പുരസ്കാരം നേടിയ മലയാളിയാണ് ശരണ്യമൂർത്തി. 2025 ഡെബോറ റോജേഴ്സ് പുരസ്കാരം നേടിയിട്ടുള്ളത് ആരെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരണ്യമൂർത്തി. പ്രസിദ്ധീകരണങ്ങളില്ലാത്ത രാത്രി എന്ന നോവലാണ് പുരസ്കാരം. 10,000 പൗണ്ടാണ് സമ്മാനത്തുക. ശരണ്യമൂർത്തിയാണ് കേട്ടോ ഡെബോറ റോജേഴ്സ് പുരസ്കാരം മലയാളി. ഡെബോറ റോജേഴ്സ് പുരസ്കാരം നേടിയ മലയാളി എന്ന് പറഞ്ഞാൽ ശരണ്യമൂർത്തി. 2015 സാഹിത്യ ഏജന്റ് ഡെബോറ റോജേഴ്സിൻ്റെ സ്മരണാർത്ഥമാണ് ആദ്യ പുരസ്കാരം പൂർത്തിയാക്കാൻ ആഗ്രഹിക്കുന്ന എഴുത്തുകാർക്ക് സാമ്പത്തിക പിന്തുണ നൽകുക എന്ന ലക്ഷ്യത്തോടെ പുരസ്കാരം ഏർപ്പെടുത്തിയത്. മഹാരാഷ്ട്രയിലെ സാംഗ്ലി ജില്ലയിലെ ഇസ്ലാംപൂർ നഗരത്തിൻ്റെ പുതിയ പേരാണ് ഈശ്വർപൂർ. ഔറംഗാബാദ്, ഛത്രപതി സാംഭാജി നഗർ, ഉസ്മാനാബാദ്, ധാരാശിവ്, അഹമ്മദ് നഗർ, അഹല്യ നഗർ എന്നിങ്ങനെ പേര് മാറ്റിയിരുന്നു. അടുത്തിടെ അന്തരിച്ച ഡിക്ക് ചെനി US-ലെ ഏത് പദവി വഹിച്ച വ്യക്തിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈസ് പ്രസിഡന്റ് കേട്ടോ. ഡിക്ക് ചെനി വൈസ് പ്രസിഡൻ്റാണ്. അപ്പോൾ നമ്മളിവിടെ കയർ ദിനം 5 പറഞ്ഞു.
പിന്നെ 2025 ഡെബോറ റോജേഴ്സ് പുരസ്കാരം കിട്ടിയ മലയാളി ശരണ്യമൂർത്തി ട്ടാ. അതായത് പ്രസിഡന്റ് ഇല്ലാത്ത രാത്രി എന്ന നോവലിനാണ്, അല്ല പ്രസിദ്ധീകരിച്ചിട്ടില്ലാത്ത രാത്രി എന്ന നോവലിനാണ് പുരസ്കാരം. 10,000 പൗണ്ടാണ് സമ്മാനത്തുക. ഓക്കെ, അത് നമുക്ക് രാത്രി ആരുടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരണ്യമൂർത്തിയുടെ കേട്ടോ. ഞാനിപ്പോഴാണ് ഇത് വായിക്കണത്, അതുകൊണ്ട് കുറച്ച് തെറ്റൊക്കെ വരും കേട്ടോ. 2015 സാഹിത്യ ഏജന്റ് ഡെബോറ റോജേഴ്സിന്റെ സ്മരണാർത്ഥമാണിത്. ആദ്യ പുസ്തകം പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന എഴുത്തുകാർക്ക് സാമ്പത്തിക പിന്തുണ നൽകുക എന്ന ലക്ഷ്യത്തോടു കൂടിയിട്ട് പുരസ്കാരം ഏർപ്പെടുത്തിയത്. മഹാരാഷ്ട്രയിലെ സാംഗ്ലി ജില്ലയിലെ ഇസ്ലാമാപൂർ നഗരത്തിലെ പുതിയ പേരാണ് ഈശ്വർപൂർ എത്താം. അപ്പോൾ ഇപ്പോൾ പുതിയ പേരുകൾ ചോദിക്കുക എന്നുള്ളതൊരു ട്രെൻഡ് പോലെയാണ്. മഹാരാഷ്ട്രയിലെ സാംഗ്ലി ജില്ല, അപ്പോൾ സാംഗ്ലി ജില്ല എവിടെയാണെന്ന് ചോദിക്കാം, മഹാരാഷ്ട്രയിലാണ്. ഈശ്വർപൂർ എന്ന് പേര് മാറ്റിയ സാംഗ്ലി ജില്ല എവിടെയാണെന്ന് ചോദിക്കാം, അത് മഹാരാഷ്ട്രയിലാണ്. അപ്പോൾ തിരിച്ചും മറിച്ചും ഒക്കെ ചോദിക്കാം. നമുക്ക് എല്ലാ കണ്ടൻറ്റും അറിയാം, പക്ഷെ അത് തിരിച്ചും മറിച്ചും ചോദിക്കുമ്പോഴാണ് ഈ പ്രശ്നം മുഴുവൻ. ഔറംഗാബാദ്, ഛത്രപതി സാംഭാജി നഗർ, ഉസ്മാനാബാദ്, ധാരാഷിവ്, അഹമ്മദാബാദ് നഗർ, അഹല്യ നഗർ എന്നിങ്ങനെ പേര് മാറ്റിയിരുന്നു കേട്ടോ. അടുത്തിടെ അന്തരിച്ച ഡിക്ക് ചെനി USA ഏത് പദവി വഹിച്ച വ്യക്തിയാണെന്ന് വെച്ചാൽ വൈസ് പ്രസിഡൻ്റാണ് കേട്ടോ. പ്രസിഡന്റുമാർക്ക് ജോർജ് H.W. ബുഷിൻ്റെ പ്രതിരോധ സെക്രട്ടറിയും മകൻ ജോർജ് W. ബുഷിനെ കാലത്തെ വൈസ് പ്രസിഡന്റുമായിരുന്നു കേട്ടോ. വൈസ് പ്രസിഡന്റ് അടുത്തിടെ ഡിക്ക് ചെനി ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വൈസ് പ്രസിഡന്റ് ആയിരുന്നു ഡിക്ക് ചെനി. അവിടെ അത്ര വലിയ ഇമ്പോർട്ടൻസ് ഒന്നുമില്ല, നമുക്ക് പഠിക്കാൻ പാകത്തിനൊന്നുമില്ല. അടുത്ത പ്രതിരോധ പഠന ഗവേഷണ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കായിട്ട് ഭാരത് ശക്തി ഏർപ്പെടുത്തിയിട്ടുള്ള പ്രതിരോധ രംഗത്തെ മികവിനുള്ള ആജീവനാന്ത പുരസ്കാരം നേടിയ മലയാളിയാണ് ആര്? വാപ്പാല ബാലചന്ദ്രൻ. ഓക്കെ, അതും അത്ര വലിയ. ആഗോള താപനം കുറയ്ക്കാനുള്ള ശ്രമങ്ങൾ ഊർജിതമാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി 30ാമത് ആഗോള കാലാവസ്ഥ ഉച്ചകോടി, 30ാമത് അത് നടന്നത് ബേലം, ബ്രസീലിൽ കേട്ടോ. 30ാമത് ഒരിക്കലും മറക്കരുത്, ബേലം, ബ്രസീൽ. ഭൂമിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന ആമസോൺ മഴക്കാടിൻ്റെ ഒരറ്റത്ത് ആമസോൺ നദിക്കരയിലാണ് ബേലം ഉള്ളത്. 2025 നവംബർ 10 ആരംഭിച്ച ഉച്ചകോടി 21 സമാപിക്കും കേട്ടോ. ബ്രസീലിലെ പരിസ്ഥിതി മന്ത്രി കൂടിയായിട്ടുള്ള COP13 പ്രസിഡന്റ് ആന്ദ്രേ കൊറേയ ഡോലാഗോ അധ്യക്ഷത വഹിച്ചു കേട്ടോ. അപ്പോൾ ആന്ദ്രേ കൊറേയ ഡോലാഗോ ആണ് അധ്യക്ഷത വഹിച്ചത്. ബ്രസീലിൻ്റെ മന്ത്രി കൂടിയാണ് കേട്ടോ. പ്രസിഡന്റ് പരിസ്ഥിതി മന്ത്രി കൂടിയായിട്ടുള്ള COP13 പ്രസിഡന്റാണ് ആന്ദ്രേ. മാലിദ്വീപിൽ ഇന്ത്യയുടെ സാമ്പത്തിക സഹായത്തോടെ നിർമ്മിച്ച വിമാനത്താവളം ഉദ്ഘാടനം ചെയ്യുന്ന പേരാണ് ഹനിമദ്ദു. മാലദ്വീപിൽ ഇന്ത്യയുടെ സാമ്പത്തിക സഹായത്തോടെ നിർമ്മിച്ച വിമാനത്താവളം ഉദ്ഘാടനം ചെയ്യപ്പെട്ടു അതിൻ്റെ പേരാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹനിമന്ദു. ഇംഗ്ലീഷ് ഭാഷയിൽ രചിക്കപ്പെട്ട നോവലുകൾ ബ്രിട്ടീഷ് നൽകുന്ന മാൻ ബുക്കർ പുരസ്കാരം നേടിയിട്ടുള്ളത് ഡേവിഡ് സോലു. ഇംഗ്ലീഷ് ഭാഷയിൽ രചിക്കപ്പെട്ട നോവലുകൾക്ക് ബ്രിട്ടൻ നൽകുന്ന മാൻ ബുക്കർ പുരസ്കാരം നേടിയിട്ടുള്ളത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡേവിഡ് സോലു ആണ് കേട്ടോ. ഫ്ലഷ് എന്ന നോവലിലാണ് പുരസ്കാരം. ഡേവിഡ് സോലു എന്ന ഇംഗ്ലീഷ് ഭാഷയിൽ രചിക്കപ്പെട്ട നോവലുകൾക്ക് ബ്രിട്ടീഷ് നൽകുന്ന പുരസ്കാരമാണ് കേട്ടോ. 50,000 പൗണ്ടാണ് കേട്ടോ. 58 ലക്ഷം രൂപയുണ്ടാവും. 2024 പുരസ്കാരം ഇംഗ്ലീഷ് എഴുത്തുകാരനായ സാമന്ത ഹാർവിയുടെ ഓർബിറ്റലിനായിരുന്നു 2024. അപ്പോൾ 2025 ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡേവിഡ് സോലു. ഓക്കെ, 2025 ബീറ്റൻ സാഹിത്യ സമാധാന പുരസ്കാരം ജേതാവാണ് സൽമാൻ റുഷ്ദി. ബ്രിട്ടീഷ് ഇന്ത്യൻ സാഹിത്യകാരനായിട്ടുള്ള റുഷ്ദിക്ക് ആജീവനാന്ത സംഭാവനയാണ് പുരസ്കാരം. 3 ലക്ഷത്തിലേറെ പേർ കൊല്ലപ്പെട്ട ബാൾക്കൻ യുദ്ധത്തിന് അന്ത്യം കുറിച്ച് 1995 സമാധാന ഉടമ്പടിക്ക് ഇടയാക്കിയ ചർച്ച നടന്ന സ്ഥലമാണ് ഡെയ്റ്റൺ. ഈ ഉടമ്പടിയുടെ സൂത്രധാരനായിട്ടുള്ള US നയതന്ത്രജ്ഞൻ റിച്ചാർഡ് സി ഹോൾ ബ്രൂക്കിൻ്റെ പേരിലാണ് പുരസ്കാരം നൽകുന്നത്. മനുഷ്യാവകാശ ധ്വംസനത്തിലൂടെ കുപ്രസിദ്ധി നേടിയിട്ടുള്ള അന്തരിച്ച ഇന്തോനേഷ്യൻ മുൻ പ്രസിഡന്റ് സുഹാർത്തോയ്ക്ക് ആ രാജ്യം അടുത്തിടെ നൽകിയ ബഹുമതിയാണ് ദേശീയ നായകൻ എന്ന് പറഞ്ഞത്. DNA ഇരട്ടപ്പിരിയൻ ഘടന കണ്ടെത്തിയതിലൂടെ ശ്രദ്ധേയനായിട്ടുള്ള ശാസ്ത്രജ്ഞൻ അടുത്തിടെ അന്തരിച്ചു. പേരാണ് ജെയിംസ് വാട്സൺ. ഡബിൾ ഹെലിക്സ് ആണ് ആത്മകഥ. ജെയിംസ് വാട്സൺ ഹ്യൂമൻ ജീനോമിൻ്റെ പിതാവ് എന്ന് വാട്സൺ വിശേഷിപ്പിക്കപ്പെട്ടിരിക്കുന്നു. 1928 ഏപ്രിൽ 6 US ഷിക്കാഗോയിൽ ജനിച്ചു. അങ്ങനെയാണ് ജെയിംസ് വാട്സൺ, ഡബിൾ ഹെലിക്സ് ആത്മകഥ. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുള്ളത് വന്ദേ മാതരത്തിൻ്റെ കാര്യം പറഞ്ഞു. 150ാമത്തെ ജന്മവാർഷികം. സൊഹ്റാൻ മന്ദാനി പറഞ്ഞു ന്യൂയോർക്ക് നഗരത്തിലെ മുസ്ലിം മേയർ. കസാക്കിസ്ഥാൻ പറഞ്ഞു എബ്രഹാം ഉടമ്പടിയിൽ ഒടുവിൽ അംഗമായിട്ടുള്ളത്. 100ാമത്തെ വാർഷികമാണ് ഹോക്കിയിൽ ഉണ്ടായിരുന്നത്. 75 ലോകകപ്പും
സ്വർണം 8 തവണയും. ഋത്വിക് ഘട്ടക് സംവിധായകനാണ്. അദ്ദേഹം എന്താണ് മലയാളി ചലച്ചിത്ര ജനശതാബ്ദി ആഘോഷിച്ചു എന്നാണ് പറഞ്ഞത്. സുവർണരേഖ എഴുതിയിട്ടുള്ള അയാളാണ്. നവംബർ 5 കയർ ദിനമാണ്. ഈശ്വർപൂറാണ് മഹാരാഷ്ട്രയിലെ സാംഗ്ലി ജില്ലയുടെ പേര് മാറ്റിയിട്ടുള്ളത്. വൈസ് പ്രസിഡന്റ് ആയിരുന്നു ഡിക് ചിനി. പിന്നെ ബേലത്തായിരുന്നു ഇതുണ്ടായിരുന്നത് കോപ്പ് 13. ഇതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഇവിടെ ബ്രസീലിലെ മന്ത്രി ആയിരുന്നു, പരിസ്ഥിതി മന്ത്രി ആയിരുന്നു. അതിൻ്റെ അധ്യക്ഷത വഹിച്ചത് ആന്ത്രേ കൊറിയെ. ഹനിമന്തു ആണ് മാലദ്വീപിൽ ഇന്ത്യൻ സാമ്പത്തിക സഹായത്തോടെ നിർമ്മിച്ച വിമാനത്താവളം. ഹനിമന്തു എവിടെയെന്ന് ചോദിക്കാം, മാലദ്വീപ് എന്ന് കറക്റ്റായിട്ട് എഴുതണം. ഡേവിഡ് സോലു ആണ് ബുക്കർ സമ്മാനം. കഴിഞ്ഞ തവണ ഓർബിറ്റലിന് സാമന്ത ഹാർവിക്ക് കിട്ടിയ, ഇത് പ്രാവശ്യം ഫ്ലഷിനാണ് കിട്ടിയത്. പിന്നെ സൽമാൻ റുഷ്ദിയാണ് ബെയ്റ്റിന് സാഹിത്യ പുരസ്കാരം കിട്ടിയിട്ടുള്ളത്. പിന്നെ ദേശീയ നായകൻ എന്ന് പറയുന്നത് മനുഷ്യാവകാശ ധ്വംസനത്തിലൂടെ കുപ്രസിദ്ധി നേടിയിട്ടുള്ള അന്തരിച്ച ഇന്തോനേഷ്യൻ പ്രസിഡന്റ് സുഹാർത്ത്. ആ രാജ്യം അടുത്തിടെ നൽകിയ ബഹുമതിയാണ് ദേശീയ നായകൻ. അടുത്ത DNA ഘടന നൽകിയിട്ടുള്ള ആളാരാണ്? DNA ഇരട്ടപ്പിരിയൻ ഗോവണി ഡബിൾ ഹെലിക്സ് മാതൃക നൽകിയിട്ടുള്ള ജെയിംസ് വാട്സൺ ആണ്. 97 വയസ്സ്. 53 25-ാം വയസ്സിൽ ബ്രിട്ടീഷുകാരനായിട്ടുള്ള ഫ്രാൻസ് ക്രിക്കിനൊപ്പം ചേർന്നിട്ട് DNA ഘടന കണ്ടെത്തിയിട്ടാ. ഓക്കെ. പിന്നെ ഡബിൾ ഹെലിക്സ് എന്നുള്ളതാണ് ആത്മകഥയുടെ പേര്.